ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു പ്രതിഷേധം. കുമളി ഗവൺമെന്റ് സ്കൂളിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. സുപ്രീം കോടതി ടണൽ നിർദ്ദേശം നടപ്പാക്കുക, പുതിയ വനനിയമം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഫെബ്രുവരി 18 തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കുമളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുമളി തമിഴ്നാട് അതിർത്തിയിൽ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചെങ്കിലും പോലീസ് അനുമതി നൽകിയില്ല. കുമളി ഗവൺമെന്റ് സ്കൂളിന് സമീപത്ത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഈ തലമുറയും വരും തലമുറയും വിഴുങ്ങാനിരിക്കുന്ന ജലബോംബിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണം. അതിനുവേണ്ടിയുള്ള സമാധാനപരമായ ഗാന്ധിയ മാർഗത്തിലൂടെയുള്ള സമര പോരാട്ടങ്ങളാണ്. ഈ സമര പോരാട്ടങ്ങൾ എന്താണ് ഇവിടുത്തെ ഗവൺമെന്റിന് ബുദ്ധിമുട്ട്, എന്താണ് ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്കറിയില്ല. തുടർന്ന് നടന്ന യോഗത്തിന് സംഘടന സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മുൻ MLA മാത്യു സ്റ്റീഫൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ്നാട് ജനതയ്ക്ക് അവർക്ക് ആവശ്യമുള്ള ജലം കൊടുക്കണം. അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്ര ജലം, അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ജലം കൊടുത്താൽ പോലും നമ്മൾ എതിരില്ല. അവരും ജീവിക്കണം. തമിഴ്നാട് നശിക്കരുത്, അവിടെ നിന്നുള്ള പച്ചക്കറികൾ നശിക്കരുത്. പെരിയാർ ഡാം, ആ ഡാമിന് പകരമായിട്ട് ടണൽ ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പ്രതിഷേധക്കാർ കുമളി 3 റോഡിൽ അല്പസമയം കുത്തിയിരുന്നു. ഇതോടെ സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ, അലൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തുടർ സമരങ്ങൾ നടത്താനാണ് സമിതിയുടെ തീരുമാനം. പ്രതിഷേധത്തിന് അഡ്വക്കേറ്റ് ജിജി മാത്യു, ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാലിൽ, വിനയൻ ക്രാലിയേലി, വിജയൻ കൊടുങ്ങൂർ, ജിജി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.